ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു വിറകിന് വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു പീസ് അത് കണ്ടപ്പോൾ അതിലെ ഹോൾസും കാര്യം നടുക്കൂടെ ഒരു ഹോളൊക്കെ കണ്ടപ്പം എനിക്ക് ജസ്റ്റ് ഒരു ഡക്കർ ഐഡിയ ആക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലൈറ്റ് ചെയ്യിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഹോൾസിലൂടെ ലൈറ്റ് വരുന്ന ഒരു ഐഡിയ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ അപ്പോൾ ഡിസ്കാർഡ് ചെയ്ത ഒരു മരത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്, നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഒരു ലൈറ്റ് ചെയ്തിട്ട് ഇതിനെ ചെയ്യാവുന്നതാണ് ഉദ്ദേശിച്ചത്. ലൈറ്റ് ഇൻസൈഡ് ചെയ്തിട്ട് ഒരു ഷോ പീസ് പോലെ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. വയർ ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇൻസൈഡൊക്കെ നല്ല രീതിക്ക് പൊടിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഇൻസൈഡ് ഇങ്ങനെയാണ് വരുന്നത്, ഹോളോ ആണ്, കംപ്ലീറ്റ് ഹോളോ ആയിട്ടുള്ള സംഭവമാണിത്. മേളിൽ നിന്നായാലും ഉള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്, താഴേക്ക് ഹോൾസ്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ താഴെ ഇതിൽ ഒരു ബൾബ് ചെയ്തിട്ട് അതിൻ്റെ ലൈറ്റിങ് ചെയ്ത് ആ ലൈറ്റിങ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ഗ്യാപ്പിലൂടെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭംഗിയാണ്. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ്, എങ്ങനെ സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ക്രാഫ്റ്റ് നമുക്ക് കിട്ടും, നല്ലൊരു ഷോ പീസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് ചെയ്യണം. ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വയർ ബ്രഷ്, പിന്നെ പഴയൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട്, പിന്നെ സാൻഡ് പേപ്പറും, പിന്നെ നോർമലി ഒരു പെയിൻറ്റ് ചെയ്യുന്ന ഒരു ബ്രഷും. നമുക്കിങ്ങനെ ജസ്റ്റ് പൊടിയൊക്കെ തട്ടിക്കളയാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം വയർ ബ്രഷ് കൊണ്ട് നല്ല രീതിക്ക് ആ ഉള്ളിലേക്ക് കിടക്കുന്ന പൊടികളും ചതലുകളൊക്കെ ഉണ്ട്. കുറേ മരം കുറച്ച് ദ്രവിച്ചു പോയതാണ്, അതാണ് ഞാൻ എടുത്ത് ഇതിൽ കാണിച്ചതാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ അത് മുഴുവൻ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിപ്പം ഇതിൽ വാർണിഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പോവില്ല. ദ്രവിച്ചിരിക്കുന്ന മരത്തിൻ്റെ ഭാഗങ്ങളിൽ ആ വാർണിഷ് കിടന്നാൽ ഉള്ളിലേക്ക് മരം ദ്രവിക്കാൻ തുടങ്ങും. എന്നിട്ട് നമ്മൾ ടൂത്ത് ബ്രഷ് കൊണ്ട് നല്ല അമർത്തിയിട്ട് നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെ നല്ല രീതിയിൽ അമർത്തി ക്ലീൻ ചെയ്തെടുത്ത് വേണം നമ്മൾ വാർണിഷ് അടിക്കാൻ. അതുപോലെ ഒരു 220 ഗ്രിറ്റിൻ്റെ വാട്ടർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്, സാൻഡ് പേപ്പർ ആയാലും മതി നമുക്ക്. എന്നിട്ട് അത് നമ്മളിങ്ങനെ എടുത്ത് റബ്ബ് ചെയ്യുക. അപ്പോൾ എല്ലായിടത്തും പറ്റില്ല, കാരണം ചിലതൊക്കെ ദ്രവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ സാൻഡിങ് അവിടെ നടക്കില്ല. ഈ പറ്റുന്നിടത്ത് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ, ഇതൊരു മുരിക്കിൻ്റെ ഇതാണ്, അപ്പോൾ നല്ലൊരു ഇതാണ്. ഇവിടെ നമുക്ക് നല്ലൊരു ഡിസൈനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ പോളിഷ് ചെയ്തെടുത്താൽ നല്ല ഇത് വരും. അപ്പോൾ ഞാനത് മാക്സിമം ഉരച്ചിട്ട് അതിൻ്റെ ആ ഡിസൈൻ വരുന്ന രീതിയിലാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഉരയ്ക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ മാക്സിമം വീഡിയോയിൽ ഉൾപ്പെടുത്താണ്ടിരിക്കുക, കാരണം അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നമുക്ക് ഈ അറ്റം കാണുമ്പോൾ ദ്രവിച്ച് കിട്ടുന്നത്, നിങ്ങൾക്കും ചിലപ്പോൾ ഇങ്ങനെ ഡിസ്കാർഡഡ് വുഡൊക്കെ കിട്ടി ഇതുപോലെ കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ പറമ്പിലൊക്കെ നോക്കിയാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണും. ഇത് എനിക്കൊരു വിറകിന് വേണ്ടി വെട്ടി മുറിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് എനിക്കിത് കിട്ടിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതുപോലെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അഥവാ ഉള്ളിൽ ഹോൾസ് ഇല്ലാത്ത ടൈപ്പാണ് കിട്ടുന്നതെങ്കിൽ കൂടി തന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലൊരു നോർമലി വുഡ് തന്നെ പോളിഷ് ചെയ്യാം. എന്നിട്ട് അതിന് നമുക്കൊരു ടേബിൾ ലാമ്പ് പോലെ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാങ് ചെയ്തിട്ട് ഇടുന്ന രീതിയിൽ പ്ലാന്റ്സൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെനിക്ക് കിട്ടിയപ്പം ഈ ഒരു ഐഡിയ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ മാക്സിമം ഈ ദ്രവിച്ച ഭാഗങ്ങൾ കട്ട് ചെയ്ത് എയർ ബ്രഷ് ഇട്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം പേപ്പർ സാൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ നമുക്ക് തടവുമ്പോൾ തന്നെ നല്ല മിനുസം തോന്നും. ആ ഒരു ലെവൽ വരെ ഇതിനെ ഒന്ന് സാൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള കാണാം. നമുക്കിതിന് ശേഷം ഇതുപോലെ ഒരു പ്ലൈവുഡ്, ഇതിനകത്ത് ഒരു മരത്തിൻ്റെ ഒരു പീസ് കിട്ടിയതാണ്. പ്ലൈവുഡ് ആയാലും മതി, കുറച്ച് ഡിസ്കാർഡ് ചെയ്ത് കിടക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ഈ സാധനം നമുക്ക് എടുത്തിട്ട് ഇനിയിപ്പം ഇതിനകത്ത് ഇത് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇതിലേക്ക് ഫിക്സ് ചെയ്യാനാണ് ആവശ്യം. ഇതാണ് എൻ്റെ ആവശ്യം. അതായത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കില്ലല്ലോ. ഈ ടോട്ടൽ ഈ സംഭവം ഇവിടേക്ക് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ സാധനം, ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമ്മളിതിനെ ഇതിൻ്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് ഇവിടുത്തെ ഒരു അളവെടുക്കണം. അപ്പോൾ ഇതിനെ വെച്ചിട്ട് ഞാനൊരു അളവെടുക്കുക ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു വൈറ്റ്നർ കൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഔട്ടർ ലൈനിങ് എങ്ങനെയാണെന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് ചെയ്താലും മതി. ഇവിടെ എനിക്കിപ്പോൾ വൈറ്റ്നർ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഡോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഒരു അളവെടുത്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് സ്ക്രൂ ചെയ്യുമ്പം കറക്റ്റ് ഇതിൻ്റെ ഏത് ഭാഗത്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് അപ്പുറത്തേക്കാണ് ഇതിന് സ്ക്രൂ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഇതുപോലെ ഒരു ഹോൾഡർ, അത് നമ്മളൊരു LED ബൾബ് അല്ലെങ്കിൽ 0 വാട്ട് ബൾബാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ബൾബ് നമുക്കിവിടെ ഇങ്ങനെ താഴെ നിന്ന് ഈ മരത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ലൈറ്റ് കിട്ടുന്ന തക്ക രീതിയിൽ ഇവിടെ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യണം.
അപ്പോഴാണ് നമുക്ക് എന്ത് പറ്റുക, ഇവിടുന്ന് ഈ മരത്തിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ നമ്മളിത് ഈ മരത്തിൻ്റെ ഹോൾസിൽ കൂടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ലൈറ്റ് കിട്ടും. അപ്പോൾ ഈ ഗ്യാപ്പിലൂടെയൊക്കെ ലൈറ്റ് കാണുമ്പോൾ നല്ല രസമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് വരാൻ വേണ്ടി നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മളിതങ്ങോട്ട് ഫിക്സ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലൊരു ഹോൾസ് എടുക്കണം. ഞാൻ ഈ ഒരു സംഭവം വെച്ചിട്ടാണ്, ഇപ്പോൾ ഇതിൻ്റെ അതേ അളവ് ഞാൻ ഇത് നോക്കി, അപ്പോൾ എക്സാക്ട്ലി ഈ അളവാണ് കാണുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഹോൾസ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് മെത്തേഡിൽ വേണമെങ്കിലും ഹോൾസ് എടുക്കാൻ, ഡ്രില്ലിംഗ് മെഷീൻ ഇട്ടിട്ട് ഹോൾസ് എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഈ പ്ലാറ്റ്ഫോമിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു പെയിൻറ്റ് ക്യാനിൻ്റെ മൂടിയോ അങ്ങനത്തെ ആയാലും മതി. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ സോൾഡറിങ് അതിനൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹോൾസ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് അത്യാവശ്യം നമുക്ക് മേടിക്കാനൊക്കെ കിട്ടുന്ന സാധനമാണ്. ഡ്രില്ലിംഗ് മെഷീനിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഹോൾസ് അടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഇതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഇതിൻ്റെ ഈ ഒരു മൂടി വെച്ചിട്ട് ഇവിടെ ഒരു മാർക്കിങ് അപ്പോൾ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഒരു പെൻസിലിൻ്റെ ഇത് വെച്ചിട്ട് ഓൾമോസ്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു റൗണ്ട് മാർക്കിങ് കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് വേണ്ടത്, ഹോൾസ് എടുക്കേണ്ടത്. ഓൾമോസ്റ്റ് അതിൻ്റെ ഇൻസൈഡിലേക്ക് നമ്മൾ ഹോൾസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു ഹോൾസ് എടുക്കുക. ആദ്യം നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് റെഡിയാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഹോൾസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കണക്കാക്കി ഒരു ഡ്രില്ല് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഹോൾസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ ഇനി ഹോൾസ് എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഹോൾസ് ഇട്ട് കൊടുക്കും, ഇത് താഴേക്ക് വരുന്നൊരു ഹോൾസ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മളിനി ഒരു ലൈൻ ഇട്ടിട്ട് ഇതിലേക്കൊരു വയർ എടുത്ത് അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹോൾഡർ പിടിപ്പിക്കുക. അപ്പോൾ ഈ ഹോൾഡർ നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഏതൊരു ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗമ്മ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചു, ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മൾ ഇത് പോളിഷ് ചെയ്ത് നല്ല രീതിയിലായതിനു ശേഷം ഇതുപോലെ നമ്മളിവിടെ ഫിക്സ് ചെയ്യും. ഇതുപോലെ നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യും. അപ്പോൾ ഞാൻ ടോട്ടലായിട്ട് കാണിക്കാം. ഇതിപ്പോൾ ആ ഒരു കാണിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഇതിന് ഒരു സ്ക്രൂ യൂസ്, അത് ഞാൻ കാണിക്കാം. സ്ക്രൂ യൂസ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്തു. ഇതിപ്പം ഇതിൻ്റെ നടുക്കത്തെ ഹോൾസിലേക്ക് ആ ബൾബ് വരും. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഗ്യാപ്പിലൂടെയൊക്കെ ലൈറ്റ് പുറത്തേക്ക് വരും. ഇതിൽ നമ്മൾ ചെറിയ വേണമെങ്കിൽ നമുക്കൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം സൈഡിൽ കൂടെ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇനിയിപ്പോൾ നമ്മളത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് വരാൻ വേണ്ടി നമ്മളിതിൽ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ നടുക്കത്തെ ഹോൾസിലേക്ക് എത്തുന്ന വിധത്തിൽ നമ്മൾ ഹോൾസ് ഇവിടേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അടുത്തത് ഞാൻ കാണിക്കാം. ഇതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഹോൾസ് ഇട്ട് കൊടുക്കുന്നു. ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇതിൽ ഫുള്ളായിട്ട് ചെയ്തില്ല. അതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സ്ഥലത്തും ഇപ്പോൾ ഇങ്ങനെ കുറേ കീറലൊക്കെ ഉണ്ട് ഇതിന്. അതിൽ കൂടെ നമുക്ക് ലൈറ്റ് കാണും. പിന്നെ ഈ ചെറിയ ചെറിയ ഹോൾസ് ഇട്ടിരിക്കുന്നതിൽ കൂടെ നമുക്ക് ലൈറ്റ് പുറത്ത് വരും. അപ്പോൾ ലാസ്റ്റ് ഫിനിഷിങ്ങിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുപോലൊരു പ്ലാനിങ് ആണ് ചെയ്യുന്നത്. എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തു. പിന്നെ ഈ സൈഡ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോൾ ലൈറ്റ് വരാതിരിക്കുന്നതാണ് ഭംഗിയെങ്കിൽ, ചെറിയ ഗ്യാപ്പിലൂടെ മാത്രം വരുന്നതാണ് ഭംഗിയെങ്കിൽ അപ്പോൾ അത് നമുക്ക് രസമല്ലേ. അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പം ഭംഗി അതിനാണ് കൂടുതലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഹോൾസ് ഉള്ള രീതിയിൽ തന്നെ അവിടെ നമ്മൾ ഹോൾസ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഇതിൻ്റെ ബേസ് ചെയ്തതിന് ശേഷം ഞാനിപ്പം പല കാണിച്ചില്ലേ, അത് ചെയ്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് വാർണിഷ് അടിച്ച് കൊടുക്കാം. പിന്നെ അടുത്ത് ഞാൻ വാർണിഷ് അടിക്കുന്നത് കാണിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ വാർണിഷ് കുറച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി എടുത്തിരിക്കുക. അപ്പോൾ ഇതുപോലൊരു ബ്രഷ്, ഇതുപോലെ ഇതും പിന്നെ ഉള്ളിലേക്ക് ഭാഗത്ത് സാധാരണ ബ്രഷ് മതി, ഇൻസൈഡിലേക്കൊക്കെ നമുക്ക് അടിച്ച് വിടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബ്രഷും ചെറുതും. അപ്പോൾ ഈ ടൈപ്പ് 2 ബ്രഷാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനൊന്ന് വലിയ ബ്രഷ് കൊണ്ട് ഈ സാധനം ഒന്ന് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇത് വലിയ ബ്രഷ് കൊണ്ട് ഞാനൊന്ന് വാർണിഷ് അടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നമ്മളിങ്ങനെ വാർണിഷ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കണം. ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല രീതിക്ക് വാർണിഷ് എത്തുന്ന രീതിയിൽ അടിച്ചു കൊടുത്തിട്ട് അത് നമുക്ക് 2 കാര്യമുണ്ട്. ഒന്ന് ഷൈനിങ് കിട്ടാനും പിന്നെ നമ്മൾ ഇതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം. പുറമേയുള്ള എന്തെങ്കിലും ഈ കുത്തൽ വരുന്നിട്ട്
മരം നശിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടി. ഒന്നാമത് ഓൾറെഡി പഴയ മരമല്ലേ, അപ്പോൾ ദ്രവിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വാർണിഷ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിക്കാം. ഇത് ഇനിയിപ്പം നമ്മൾ വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഒരുപാട് വീഡിയോ ഇത് നോക്കണ്ട. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഇത് അടിച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. വാർണിഷ് കംപ്ലീറ്റ് എല്ലായിടത്തും എത്തി അടിച്ചതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണിക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, വാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉണക്കാനാണ് വെക്കേണ്ടത്. പിന്നെ അടിയിലത്തെ ആ പ്ലേറ്റും നമുക്ക് സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്യാനുള്ള ആ പ്ലേറ്റും വാർണിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ കംപ്ലീറ്റ് ഉണങ്ങണം, നമുക്ക് നല്ല രീതിക്ക് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻസൈഡിലും ആവുന്ന പോലെ എല്ലായിടത്തും എത്തിക്കുന്ന രീതിയിൽ ഇത് അടിച്ചിട്ടുണ്ട്, വാർണിഷ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് നോക്കാം. ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലൈറ്റൊക്കെ ഫിക്സ് ചെയ്യുന്ന പരിപാടി നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു സാധനത്തിലേക്ക് നമുക്ക് ഈ ഹോൾഡർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലൊരു നേരിയ വയർ, ഇതൊരു ടെലിഫോണിൻ്റെയൊക്കെ ഒരു കമ്പി വരുന്ന പോലത്തെ ഒരു വയറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നേരിയ വയറാണ് നമ്മളിപ്പോൾ അതിനെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വയർ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഫിക്സ് ചെയ്യുന്ന ഇതിൽ നമ്മളിപ്പോൾ 2 സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ ആ സ്ക്രൂവിലേക്ക് നമ്മൾ ഇത് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ 2 വയർ സ്ലീവ് എടുത്തതിന് ശേഷം അതിലേക്ക് വെക്കുക. അപ്പോൾ ആ സ്ലീവ് എടുക്കുന്നതൊക്കെ വെച്ചിട്ട് നമ്മൾ വെറുതെ വീഡിയോ ലെങ്ത് കൂട്ടണ്ടെന്ന് വെച്ചിട്ട് അതൊന്നും ഞാൻ ആക്കിയിട്ടില്ല. അതൊക്കെ നമുക്ക് അറിയാമായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് ഫിക്സ് ചെയ്യുക. ആ വയറിലേക്ക് നമ്മൾ ഈ സ്ക്രൂ തിരിച്ച് കൊടുത്തിട്ട് ആ ഹോൾഡർ നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ വയറിങ്ങിൻ്റെ ഫിറ്റിംഗ് അവിടെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഈ വയറാണ് നമ്മൾ പ്ലഗ്ഗായിട്ട് യൂസ് ചെയ്യുന്നത്, ഇതിൽ കൊടുക്കുന്ന പ്ലഗ്ഗായിട്ട് യൂസ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ LED ബൾബ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫിക്സിങ് ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിലേക്ക് ഈ ഒരു ഹോൾസിലേക്ക് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വയർ അതിൻ്റെ അടി കൂടെ എടുക്കണം. അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വയർ എടുത്തിട്ട് ഈ വയറിൻ്റെ അപ്പുറത്തെ അറ്റം എടുത്ത് ഇതിനുള്ളിൽ കൂടെ ഇടുക. ഇതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്ത് അതിൽ കൂടെ ആ ലെങ്ത് വൈസ് വലിച്ചിട്ടിട്ട് ഇതിവിടേക്ക് അങ്ങോട്ട് ഫിക്സ് ചെയ്യുക. ഇതിങ്ങനെ ഉണ്ടല്ലേ, ഇത് നമ്മളിവിടെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ഫിക്സ് ചെയ്യും. അപ്പോൾ ഈ റൗണ്ട് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഈ തടി നമ്മൾ വെച്ചിരിക്കുന്ന ഈ മരം ഇതിൽ കറക്റ്റ് ഫിക്സ് ചെയ്യാനും ഇതിൽ ഹോൾസ് ഇട്ടിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യാനുമാണ്. ഇതുപോലെ ഹോൾസ് ഇട്ടിട്ടാണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സ്ക്രൂ തിരിച്ച് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അഴിച്ചെടുക്കാം. അത് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഇത് ഇത്രയായി. ഇനി നമ്മൾ അടുത്ത പോർഷനിലേക്ക് കടക്കുക ഒട്ടിച്ചതിന് ശേഷം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഹോൾഡറിൽ നമ്മൾ ഇതുപോലൊരു LED ബൾബ് ഇട്ട് നോക്കുന്നത്. ഓക്കെ, വേണം 0 വോട്ട്, കുറച്ച് ലൈറ്റ് മതിയെങ്കിൽ നിങ്ങൾക്ക് 0 വോട്ട് ചെയ്താൽ. ഞാനിപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ലൈറ്റിങ്ങൾ ഇടുന്നത്. എന്നിട്ട് നമ്മൾ ആ വയർ ഒന്ന് കണക്ടിവിറ്റി ആക്കി നോക്കുകയാണ് കത്തുന്നു. ഓക്കെ, അപ്പോൾ ഈ കണക്ഷൻ എല്ലാം കറക്റ്റാണ്, ലൈറ്റ് കത്തുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇതിപ്പം അതിലേക്ക് ഫിക്സിങ് ചെയ്യാൻ പോവുകയാണ്. അത് സെറ്റാണ്. ഇനി നമ്മൾ ഇതെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സാമ്പിളായിട്ട് വെച്ച് നോക്കുകയാണ് ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലൈറ്റ് കറക്റ്റ് കിട്ടുന്നുണ്ടോ, എല്ലായിടത്തേക്കും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതെടുത്തിട്ട് സാമ്പിളായിട്ട് ഇതിലേക്ക് വെച്ച് നോക്കുകയാണ് എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാം. കറക്റ്റായിട്ട് എല്ലായിടത്തും എത്തുന്നുണ്ടോ ലൈറ്റ് എന്ന് അറിയാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കാം നമുക്ക്. നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് കാണാം, ചെറുതായിട്ട് കാണാം. പക്ഷേ രാത്രിയിലാണ് അതിൻ്റെ ആ ഭംഗി കാണുക. അപ്പോൾ ഇതെല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫിക്സ് ചെയ്തിട്ട് ഇരുട്ടുള്ള ഒരു റൂമിൽ വെച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ബൾബ് വെച്ചപ്പം ഞാൻ 6 വാട്ട്സിൻ്റെ LED മറ്റേ ബൾബുമായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇത്രയാണ് ഒരു വെളിച്ചമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഞാൻ നോക്കി. അപ്പോൾ നമുക്കതിനെ ഒരു LED ടൈപ്പ് വേറെ കുറച്ചുകൂടി വാട്ട്സ് കൂടിയ ടൈപ്പ് ഒരു LED വെച്ചാൽ കൊള്ളാമെന്ന് തോന്നി. ഇത് ഇത്രയും നമുക്ക് വെളിച്ചം കിട്ടുന്നുള്ളൂ. പക്ഷേ രാത്രിയിലൊക്കെ നമ്മളൊരു ചെടിയുടെ ഒക്കെ ഒരു ആംബിയൻസിലൊക്കെ വെക്കുന്നിടത്ത് നല്ല രസം ഉണ്ടാവും കാണുമ്പോൾ. കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് ലൈറ്റോ അല്ലെങ്കിൽ LED സ്ട്രിപ്പോ കണക്കാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ LED ഒന്ന് മാറ്റിയിട്ട് ഫിക്സ് ചെയ്യുകയാണ്. ഈ ഒരു മെത്തേഡ് നോക്കി. ഇപ്പോൾ അടുത്ത മെത്തേഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലൊരു LEDൻ്റെ ഒരു ബൾബ്, LED ലൈറ്റ്. ഇതിൽ കളർ ഈ സൈഡിൽ കൂടെ പല കളേഴ്സ് വരുന്നത്, ഒരു ഓറഞ്ച്, ബ്ലൂ, റെഡ് കളേഴ്സ് ഇങ്ങനെ വരുന്നൊരു LED ആണ്. നടുക്ക് അതിൽ ഒരു 6 LED ഉണ്ട്. കുറച്ച് ഹൈ പവറായിട്ടുള്ള LED ആണ്. ഇതുപോലെ കിട്ടണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് LED സ്ട്രിപ്പ് ചെയ്യുക. അപ്പോൾ LED സ്ട്രിപ്പ് ചെയ്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഇതിരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മളിവിടെ ഫിക്സ് ചെയ്ത് വെക്കണം.
വെച്ചതിന് ശേഷം ഇതിൻ്റെ മേളിലാണ് നമ്മൾ മറ്റേ ഇത് വയ്ക്കുന്നത്. അപ്പോൾ നേരത്തെ ആ ബൾബിൻ്റെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ബൾബിൽ അത്ര വെളിച്ചം കിട്ടാത്തതുകൊണ്ട് നമ്മളത് ഒഴിവാക്കുക, ഹോൾഡർ ഒഴിവാക്കിയിട്ട് ഇത് ഫിക്സ് ചെയ്യുക ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അതിന് ഫിക്സ് ചെയ്തതിന് ശേഷമുള്ളത് നോക്കാം ലൈറ്റ് എങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ വുഡോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുവാണെങ്കിൽ, ചെറിയൊരു പീസാണെങ്കിൽ കൂടി നിങ്ങളൊരു LED ഒക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്, വീഡിയോസ് സപ്പോർട്ട് ചെയ്യാൻ.